തുടക്കത്തിൽ കാണിക്കുന്നത് അനിരുദ്ധിനും പോഞ്ചിത്തേനും തന്നെയാണ്. അപ്പോൾ അനിരുദ്ധ് പോഞ്ചിത്തോട് പറയാണ്, ഞാൻ നിനക്ക് നേരത്തെ യോഗ കാണിച്ചെന്നില്ലേ, അതേപോലെ നീ ഒന്ന് ചെയ്യുമെന്ന് പറയുമ്പോൾ അവളത് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് പറ്റുന്നില്ല, അവൾ വീഴാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അനിരുദ്ധ് പറയാണ്, ഇത് ഇത്ര എളുപ്പമുള്ള യോഗയാണ്, നീ ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ പോഞ്ചിത്ത പറയാണ്, എനിക്കിത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, എന്നെപ്പോലെ സാരി എടുത്ത് നോക്കുക, അപ്പം മനസ്സിലാവും ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലേന്ന് അവൾ അവനോട് പറയാണ്. എഴുതും പറയാണ്, ആ ശരിയാണല്ലോ, നീ സാരി എണ്ണ എടുത്തേക്കണല്ലേ, അപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ബോന്തിത്ത പറയാണ്, ആ എന്നാൽ എന്നെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടാക്കി തായോ എന്ന് പറയുമ്പോൾ അനിരുദ്ധ് പറയാണ്, നീ എന്ത് പറഞ്ഞാലും എന്താ ഈ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടാക്കി തായോ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ബോന്തിത്ത പറയാണ്, അവിടെയാണ് എൻ്റെ അമ്മയ്ക്കാണ് ഇതൊക്കെ മാറ്റി തരാൻ പറ്റുള്ളൂ, എൻ്റെ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അമ്മയ്ക്ക് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അമ്മയ്ക്ക് മാറ്റാൻ പറ്റുള്ളൂ എന്ന് അവൾ പറയാണ്. അപ്പോൾ അനിരുദ്ധ് പറയാണ്, അങ്ങനെയൊന്നുമില്ല ബോന്തിത്ത, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും, നമ്മളത് തേടി കണ്ടുപിടിക്കാൻ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവനെ എങ്ങോട്ടോ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ബോന്തിത്ത് ചോദിക്കുകയാണ്, എങ്ങോട്ടാ പോകണമെന്ന് ചോദിക്കുമ്പോൾ അനിരുദ്ധ് പറയാണ്, ഞാൻ നിനക്ക് നിൻ്റെ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് അവൻ പോകുന്നുണ്ട്. അപ്പോൾ ബോന്തിത്ത പറയാണ്, ഇയാൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പോയിട്ട് ഈ പ്രശ്നങ്ങളെക്കാൾ ബുദ്ധിമുട്ടാണ് ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ഇനി എൻ്റെ കാര്യം എന്താവും എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബോന്തിത്തയുടെ അമ്മേനെയാണ്. അമ്മ ഇങ്ങനെ ബോന്തിത്തയുടെ കാര്യമൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. അവളുടെ ഇനി ആരെ സഹായിക്കുക, അവൾ ഈ ബെഡൊക്കെ ആകെ നനച്ച് വെക്കുന്നുണ്ടാവില്ലേ, അവളുടെ ഈ സ്വഭാവം മാറ്റിയിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ, ഇനിയിപ്പോൾ അവൾക്ക് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ, അവൾ നല്ല വിഷമത്തിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങനെ നല്ല സങ്കടപ്പെട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് മാമി വരുന്നുണ്ട്. മാമി വന്നിട്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട്, എന്താ നിൻ്റെ മോളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അവരൊക്കെ അവളിനെ ചീത്ത പറയുന്നുണ്ടാവും എന്നുള്ള രീതിയിലാണ് മാമി സംസാരിക്കുന്നത്. എന്നിട്ട് മാമി പറയുന്നുണ്ട്, നിൻ്റെ മരുമോൻ വലിയ വിശാല മനസ്കനായതുകൊണ്ട് നിനക്ക് എന്താ മാങ്ങയുടെ തോട്ടമൊക്കെ നോക്കാൻ വേണ്ടി തന്നില്ലേ, അതുപോലെ നിൻ്റെ മോളുടെ ഈ സ്വഭാവം ആൾ സഹിക്കുന്നു തോന്നുന്നുണ്ട്, ആളൊക്കെ ലണ്ടനിൽ വലിയ പഠിച്ച് വളർന്ന വലിയ വലിയ ആൾക്കാരാണ്, ഇവരൊക്കെ ഇതൊക്കെ സഹിക്കുന്നു തോന്നുന്നുണ്ട്, ഈ ചീത്ത സ്വഭാവം അവൾ മൂത്രമൊഴിച്ച് ഈ ബെഡൊക്കെ അവൻ വൃത്തിയാക്കുന്നു നിനക്ക് തോന്നുന്നുണ്ട്, നിൻ്റെ മോളിൽ എന്തായാലും അടിച്ച് പുറത്താക്കുമെന്ന് പറയാണ് മാമി. അപ്പോൾ ബോന്തിത്തയുടെ അമ്മ പറയുന്നുണ്ട്, അവളുടെ ഈ സ്വഭാവത്തിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, 6 മാസം മുന്നേ ഇവൾ തുടങ്ങിയതാണിത്, എന്തെങ്കിലും ഒരു കാരണമില്ലാത്ത ബോധിത ഇത്ര വലുതായിട്ട് ഇത് ചെയ്യില്ല എന്ന് അമ്മ അപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴും മാമി അമ്മേനെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കും, അവർക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല, മരുമോൾ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നോക്കാതെ അവളിങ്ങനെ ബെഡിൽ മൂത്രമൊഴിച്ച് വെക്കുന്നത് ആർക്കും ഇഷ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാമി അമ്മേനെ ഇങ്ങനെ നന്നായിട്ട് പേടിപ്പിക്കുന്നുണ്ട്. കാണിക്കുന്നത് അനിരുദ്ധിനെയാണ്. അനിരുദ്ധ് ഒരു ഡ്രസ്സ് എടുത്തിട്ട് കൊടുന്നേക്കാണ് ബട്ടൂക്കിൻ്റെ. എന്നിട്ട് ബോന്തിത്തോട് അത് ഇടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, അതിട്ടാലേ അവൾക്ക് നന്നായിട്ട് യോഗ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് അത് ഇടാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷേ അവളത് ഇടാൻ തയ്യാറാവുന്നില്ല. അവൾ പറയണത് എന്താ ഇത് ആൺകുട്ടികളുടെ ഡ്രസ്സല്ല, ഇത് എന്തിനാ എനിക്കെന്ന് പറയുമ്പോൾ അവൻ പറയാണ്, ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നുള്ളതൊന്നുമില്ല, ഇതിലിപ്പോൾ എന്താ എഴുതി വെച്ചിട്ടുണ്ട്, അത് ആൺകുട്ടികളുടെ ഡ്രസ്സാന്ന് എഴുതി വെച്ചിട്ടുണ്ടാ, നീ ഇത് ഇടാൻ നോക്കുമെന്ന് പറയുമ്പോൾ അവൾ പറയുന്നത്, നിങ്ങൾക്ക് നാളല്ലേ എന്നോട് ആൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇട്ട് വരാൻ പറയാം, എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയാ, എന്നാൽ നിനക്ക് ഉൾക്കൊള്ളാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അവൾ അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ഒരു സാരി എടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയാണ്, നിങ്ങളിത് ഉടുക്കുകയാണെങ്കിൽ ഞാൻ ഉൾക്കൊള്ളാം, എന്നിട്ട് ഞാൻ ഇത് ഇടാന്ന് പറയുമ്പോൾ അവൻ ശരി എന്നാൽ ഞാനിത് എടുക്കാം, എന്നാൽ നീ ഇതിടില്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ ആ സാരി അവളുടെ സാരിയിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അതേപോലെ എടുക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് ഏകദേശം അതേപോലെയൊക്കെ എടുത്ത് സാരിയൊക്കെ തലയിൽ കൂടെ ഒക്കെ ഇടുന്നുണ്ട്. അവളോട് പറയാണ്, ഇനിയിപ്പോൾ ഞാൻ തന്നില്ല ഡ്രസ്സ്, അത് പോയിട്ടിട്ടേ, ഞാനിപ്പോൾ ഇതെടുത്തില്ല, നീ പറഞ്ഞതൊക്കെ ചെയ്തില്ലേ, ഇനിയിപ്പോൾ ആ ഡ്രസ്സ് നീ പോയി ഇടാൻ പറയുമ്പോൾ ബോധിത ആകെ കിളി പോയി നിൽക്കുകയാണ്. അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അനിരുദ്ധ ആ സാരി എടുക്കുന്നു. എന്നിട്ട് അവൾ ആ സാരി എടുക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ത്രിലോചന കാണിക്കുകയാണ്. ത്രിലോചൻ ബിഹാരിയോട് പറയാണ്, കാശിയിൽ നിന്ന് പണ്ഡിതനും പിന്നെ ആളുടെ ശിഷ്യന്മാരൊക്കെ വരുന്നുണ്ട്, ഇത് ഇത്രയും വലിയ കാര്യമാണ്, അപ്പോൾ അവർക്കുള്ള എല്ലാ തയ്യാറെടുപ്പും ഇവിടെ നടത്തണം, ഒരു കുറവും വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബിഹാരിയോട് അങ്ങനെ പറയുമ്പോൾ ബിഹാരി പറയാണ്, അപ്പം നമ്മുടെ മരുമോളുടെ കാര്യം അവരറിഞ്ഞാലോ എന്ന് പറയുമ്പോൾ ത്രിലോചൻ പറയാണ്, മരുമോളെ ഇനി രാത്രിയല്ലേ പണി ഒപ്പിക്കുന്നത്, പകലല്ലല്ലോ, അപ്പോൾ അതെന്തായാലും അറിയാൻ പോണില്ല, നീ പോയിട്ട് എല്ലാ തയ്യാറെടുപ്പും നടത്താൻ വേണ്ടി പറയുന്നുണ്ട്, വലിയ വലിയ ആൾക്കാരാണ് വീട്ടിലേക്ക് വരാൻ വേണ്ടി പോകുന്നതെന്നും. ബോന്തിത്ത് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവൾക്ക് ആ ഡ്രസ്സ് ഒരിക്കലും കംഫർട്ടല്ല, അവൾ അതുവരെ ആൺകുട്ടികളുടെ ഡ്രസ്സ് ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ അവളിങ്ങനെ വലിച്ച് ഇറക്കുന്നൊക്കുന്നുണ്ട് പാൻറ്റ്. അപ്പോൾ എന്നിട്ട് അവൻ പറയണ പോലെ യോഗ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പകുതി ചെയ്യുമ്പോൾ അവൾ പറയാണ്, ഇനി എനിക്ക് രസഗുള തായോ എന്ന് പറയുമ്പോൾ അവൻ പറയാണ്, അതിന് നീ ശരിക്കും പോലെ ചെയ്തിട്ടില്ല, ഫുള്ള് ചെയ്താലേ തരുള്ളൂ എന്ന് പറയുമ്പോൾ അവളിങ്ങനെ മെല്ലെ പറയുന്നുണ്ട്, ഓ രാക്ഷസൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പറയണത്, നീ ഇപ്പം എന്തെങ്കിലും പറഞ്ഞാന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയണേ, ഞാനൊന്നും പറഞ്ഞില്ല പറഞ്ഞിട്ട് അവൾ ആ യോഗ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്.
അവൾ യോഗ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈ ഇങ്ങനെ പൊക്കുമ്പോൾ ത്രിലോചൻ കെട്ടിക്കൊടുത്ത് സാധനം കുത്തിയിട്ട് അവളെ കൈ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ ആലോചിക്കുകയാണ്, അയ്യോ ഇത് പറയാനും പറ്റില്ലല്ലോ ഇത് കെട്ടിയ കാര്യം എന്ന് പറഞ്ഞിട്ട് അവൾ കഷ്ടപ്പെട്ടിട്ടാണ് ഈ യോഗ ചെയ്യുന്നത്. കാരണം കൈ പൊക്കുമ്പോൾ അത് നന്നായിട്ട് കൈയും ഇങ്ങനെ കുത്തി കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അനിരുദ്ധ് പറയാണ്, എന്നാൽ നമുക്ക് ഇനി അടുത്തത് ചെയ്യാമെന്ന് പറയുമ്പോൾ അവൾ പറയണേ അടുത്തൊന്നും ചെയ്യണ്ട, അത് നമുക്ക് പിന്നെ ചെയ്യാം. വളമൊക്കെ പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് വള മേടിക്കാൻ പോകണം. പിന്നെ ഉണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ വള മേടിക്കാമെന്ന് അറിയും പെണ്ണുങ്ങളെ, ഈ വളക്കാരൻ വരും. അപ്പോൾ വളക്കാരൻ ഇങ്ങനെ പറയും, വള വേണോ, നല്ല പല നിറത്തിലുള്ള വള വേണോ പറഞ്ഞിട്ട് അവളിങ്ങനെ അതേപോലെ ആ ആൾ പറയണ പോലെ ബോന്തിത്ത് എങ്ങനെ പറയാണ് വള വേണോ പറഞ്ഞിട്ട്. എന്നിട്ട് പറയാണ്, അപ്പോൾ ഇതുപോലെയാണ് ആൾക്കാർ വരിക. അപ്പോൾ ഈ ശബ്ദം കേട്ടാൽ തന്നെ അവിടെയുള്ള എല്ലാ സ്ത്രീകളും ഓടി വരുന്ന ബോന്തിത്ത പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് അവിടെ സൗരഭ് വരുന്നത്. അപ്പോൾ സൗരഭ് ബോന്തിത്തനെ കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടിയിട്ട് നോക്കുന്നുണ്ട്, എന്തപ്പം ഇത് കഥ, ഇവളെന്താ ഡ്രസ്സ് ഇട്ട് നിൽക്കണമെന്നുള്ള മൈൻഡാണ് സൗരഭിന്. അവന് അനിരുദ്ധിൻ്റെ പോലത്തെ മൈൻഡില്ലല്ലോ, ഒരു പഴയ ചിന്താഗതിയാണ് അവനും. സൗരഭ് വന്നത് കണ്ടപ്പോൾ ബോന്തിത്താണെങ്കിൽ അനിരുദ്ധിൻ്റെ ബാക്കിലേക്ക് നിൽക്കുന്നുണ്ട്, അവൾക്കാകെ ചമ്മലായിട്ട്. അപ്പോൾ സൗരഭ് അനിരുദ്ധിനോട് പറയുന്നുണ്ട്, ഞാൻ വന്ന സമയം തെറ്റായി പോകുന്നു തോന്നുന്നു എന്ന് പറയുമ്പോൾ അനിരുദ്ധ് പറയും, എന്ത് തെറ്റ് എന്ന് പറഞ്ഞിട്ട് ബോന്തിനെ നോക്കുമ്പോൾ ഉണ്ടാവും അവൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് പറയാണ്, ബോന്തിത നീ എന്തിനങ്ങനെ ഒളിച്ച് നിൽക്കുന്നത്, ഇത് നമ്മുടെ ആളല്ലേ, ഇത് നമ്മളുടെ അടുത്ത ആളല്ലേ, പിന്നെ നീ എന്തിനങ്ങനെ ഒളിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് അവളങ്ങനെ നീക്കി നിർത്തുന്നുണ്ട്. സൗരഭ് വന്ന കാര്യം പറയാണ്, അവൻ വന്നത് പബ്ലിക് ടോയ്ലറ്റിൻ്റെ കാര്യം പറയാനാണ്. അപ്പോൾ സ്ത്രീകൾ ഇതിനൊന്നും സമ്മതിക്കില്ല എന്ന് അവൻ പറയുമ്പോൾ അനിരുദ്ധ് പറയണം, അതിന് സമ്മതിപ്പിക്കണം, സ്ത്രീകളെല്ലാവരും ഒരുമിച്ച് വേണമെന്ന് പറയുമ്പോൾ അതിനുള്ള മാർഗം അവൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ വരികയാണ്. ബോന്തിത പറഞ്ഞില്ലേ ഈ വളക്കാരൻ്റെ ആ വിളി കേട്ടാൽ എല്ലാ സ്ത്രീകളും ഒരുമിച്ച് വരുമെന്ന്. അപ്പോൾ അത് ബോന്തിതയോട് ചോദിക്കുകയാണ്, നീ ഇപ്പം എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാണ്, ഇപ്പം ഞാൻ ഈ ബട്ടൂക്കിൻ്റെ ഡ്രസ്സിൻ്റെ കാര്യമല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതല്ല, നീ ഇപ്പോൾ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാണ്, ഞാനിപ്പോൾ വളക്കാരൻ്റെ കാര്യമല്ലേ പറഞ്ഞു. ഇത് നല്ലൊരു ഐഡിയ ആണ് ബോന്തിത്ത, അപ്പോൾ ഈ ഐഡിയ വെച്ചിട്ട് സ്ത്രീകളെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാമെന്ന് അവനിങ്ങനെ സൗരഭിനോട് പറയുന്നുണ്ട്. എന്നിട്ട് അവന് സൗരഭ് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് പുറത്തേക്ക്. അപ്പോൾ ബോന്തിത്തയോട് പറയാണ്, അനിരുദ്ധ് നീ ഇവിടെ യോഗ ചെയ്യേ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവാണ്. അനിരുദ്ധ് ആ നാട്ടിലെ വീടുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ ആരും അത് അവൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. ഇതൊക്കെ ഒരു നാണം കെട്ട ഇതായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഭർത്താക്കന്മാർ പോലും ഭാര്യമാരോട് ഇത് അവന് പറയാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. പിന്നെ പൂജാരി അവിടേക്ക് വന്നതാണ് കാണിക്കുന്നത്. അതായത് പണ്ഡിതന്മാർ ശിഷ്യന്മാരൊക്കെ വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞില്ലേ ത്രിലോചൻ, അവരൊക്കെ വന്നേക്കാണ്. അപ്പോൾ ത്രിലോചൻ കാലൊക്കെ കഴുകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പണ്ഡിതന് പറയാണ്, നിങ്ങളുടെ മരുമോൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ത്രിലോചന് ബിഹാരോട് അവളെ വിളിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ബോന്തിത്തയാണെങ്കിൽ ആ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ എല്ലാ യോഗയൊക്കെ ചെയ്യൽ കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിട്ട് റൂമിലേക്ക് വന്നിട്ട് അവിടെ നിൽക്കുകയാണ്. ആ ടൈമിലാണ് നമ്മുടെ ബിഹാരി വന്നിട്ട് അവളെ വിളിക്കുന്നത്. ത്രിലോചൻ വിളിക്കുന്നുണ്ട്, പണ്ഡിതന്മാർ അവളെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടെന്ന് പറയുമ്പോൾ അവളാകെ പേടിച്ച് നിൽക്കുകയാണ്. ഈ വേഷത്തിൽ ഞാനിപ്പോൾ എങ്ങനെ അടിക്ക് പോകാന്നുള്ള പേടിയിൽ അവൾ അവിടെ നിൽക്കുകയാണ്. അനിരുദ്ധിൻ്റെ സൗരഭിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് ഇങ്ങനെ പറയുന്നുണ്ട്, ആരും ഒന്നും ഈ വാക്ക് കേൾക്കണില്ലല്ലോ, ഇവർക്ക് ഈ രോഗങ്ങളും വൃത്തിയുടെ കാര്യത്തിലൊന്നും ഒരു ഇതുമില്ലല്ലോ, ഒരു സീരിയസ്നെസ് ഇല്ലല്ലോ ഇതിനൊന്നും, ഇവരെന്താ ഇതൊക്കെ മാറ്റണം, എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ അവനിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവന് സൗരഭിനോട് പറയാണ്, നമുക്ക് സമ്പൂർണ്ണനെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അപ്പോൾ അവൾ എല്ലാവരോടും പറഞ്ഞാൽ എല്ലാ സ്ത്രീകളും കേൾക്കും. അപ്പോൾ അവളോട് ആദ്യം പറയാം, നീ കൂടെ വായോ എന്ന് പറഞ്ഞിട്ട് അവൻ സമ്പൂർണ്ണനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ സൗരഭ് അതിന് സമ്മതിക്കുന്നില്ല. സൗരഭ് പറയാണ്, ഇപ്പം നമ്മൾ അവളെ ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കണ പോലെ എനിക്ക് തോന്നിയിട്ടില്ല, അവൾക്ക് ഇതിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല, അവൾക്ക് ഇതൊന്നും തീരെ താല്പര്യമില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അത് പറഞ്ഞാൽ അവളത് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നണില്ല, അപ്പോൾ അതുകൊണ്ട് പറയും വേണ്ട എന്നിങ്ങനെ സൗരഭ് അനിരുദ്ധിനോട് പറയുകയാണ്. പിന്നെ ബോന്തിത്ത റൂമിൽ ഇങ്ങനെ നിൽക്കുകയാണ് കാണിക്കുന്നത്. അവളാകെ പേടിച്ചിട്ട് നിൽക്കുകയാണ്. കാരണം ഒരു തരി സമയം കൊണ്ട് ഇപ്പം എങ്ങനെ സാരി ഒക്കെ എടുത്തിട്ട് പടിക്ക് പോവുക, അപ്പം വിളിച്ചിട്ട് അപ്പം തന്നെ വരാൻ പറഞ്ഞിട്ടില്ലേ, അപ്പം എങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ത്രിലോചന കാണിക്കുന്നുണ്ട്. ത്രിലോചൻ ബിഹാരിയോട് പറയുന്നുണ്ട്, ഇതുവരെ വന്നില്ലല്ലോ, അവളെവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് 41ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.